ശുദ്ധീകരണാത്മാ ചിന്തകൾ. തിരുവചനത്തിൽ 10 നാണയത്തിൻ്റെ ഉപമ ഈശോ നമ്മോട് പറയുന്നുണ്ട്. ഓരോരുത്തരുടെയും കയ്യിൽ വ്യത്യസ്തമായ അളവിലാണ് ഇവ ഏൽപ്പിച്ചിരിക്കുന്നത്. അവയെല്ലാം നല്ല വ്യാപാരങ്ങൾ വഴി കൂടുതൽ ലാഭമുണ്ടാക്കി തിരികെ ഏൽപ്പിക്കുവാനാണ് ഉടമസ്ഥനായ യജമാനൻ ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് പോകുന്നത്. എന്നാൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിഞ്ഞിരുന്ന നാണയം സ്വീകരിച്ച മൂന്നാമത്തെ വ്യക്തി ഒന്നും തന്നെ സമ്പാദിച്ചില്ല എന്ന് മാത്രമല്ല, ഉപയോഗശൂന്യമായ വിധത്തിൽ അത് സൂക്ഷിച്ചു വെച്ചു. ഇതുപോലെ തന്നെയാണ് നമ്മുടെയും പല ജീവിതങ്ങളും കടന്നു പോകുന്നത്. അവന് കിട്ടിയ ശിക്ഷയോ യജമാനൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന ശത്രുക്കളുടെ മുമ്പിൽ തന്നെ അവനെ കൊന്നുകളയുമ്പോൾ അവിടെ ഏറ്റവും ലജ്ജാവഹമായ മരണമാണ് അവന് ലഭിച്ചത്. വിധിയും അങ്ങനെ തന്നെ. നമ്മെ കാത്തിരിക്കുന്നതും ഇതുപോലെയുള്ള അവസ്ഥയാണെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ ദുരന്തം എത്രയോ വലുതായിരിക്കും. ആമേൻ.